അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, നിങ്ങൾ തമ്പനയിലും ടൈറ്റിലും ഒക്കെ കണ്ടതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഏതൊരു സമയത്തും മോസ്റ്റ്ലി നീഡഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരമാണ്. നമുക്കറിയാം, നമ്മുടെ പല വിലപ്പെട്ട സാധനങ്ങളും, പ്രീഷ്യസ് ആയിട്ടുള്ള പല വസ്തുക്കളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗോൾഡ്, അതുപോലെ സമ്പത്ത്, അതുപോലെ മറ്റു സ്പെഷ്യലായിട്ടുള്ള ID കാർഡുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ടല്ലേ. ഇതൊക്കെ തിരിച്ചു കിട്ടാൻ, നഷ്ടപ്പെട്ട സാധനങ്ങൾ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു ഇസ്ലാമിക് സൊല്യൂഷൻ എന്ന് പലരും അന്വേഷിച്ച് നടക്കുന്നവരാണ്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്, നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ മൂല്യവത്തായിട്ടുള്ള വസ്തുക്കൾ തിരികെ കിട്ടാൻ പടച്ച റബ്ബ് നമ്മളെ സഹായിക്കുന്ന, ആ നഷ്ടപ്പെട്ട വസ്തുവിലേക്ക് പടച്ച റബ്ബ് നമ്മളെ എത്തിക്കാൻ നമ്മളെ ഹെൽപ്പാക്കുന്ന ഖുർആനിലെ ഒരു കുഞ്ഞു ആയത്താണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ പറയാൻ പോകുന്ന കുഞ്ഞു ആയത്ത് വളരെ ചെറിയ ഒരു ആയത്ത്, സൂറത്തുർ റൂമിലെ ഒരു ആയത്താണ്. ഈ ആയത്ത് നമ്മൾ മനസ്സറിഞ്ഞിട്ട് എന്താണോ നമുക്ക് നഷ്ടപ്പെട്ടത് അത് നമ്മൾ മനസ്സിൽ കരുതി ഈ ആയത്ത് നല്ല വിശ്വാസത്തോടു കൂടെ, യഖീനോടുകൂടെ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് ആ നഷ്ടപ്പെട്ട വസ്തുവിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. ആ നഷ്ടപ്പെട്ട വസ്തു നമ്മളിലേക്ക് തിരികെ എത്തിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. വഫഖ്നല്ലാഹ്. അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി തരട്ടെ, ആമീൻ. എന്താണെങ്കിലും ആയത്ത് പറഞ്ഞുതരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. ഇത്രയേ ഉള്ളൂ ഓതേണ്ടത്. ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. ഇതാണ് ആയത്ത്. ഈ ആയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അത് മനസ്സിൽ കരുതി, അത് നിയ്യത്താക്കിയിട്ട്, മനസ്സറിഞ്ഞിട്ട്, നല്ല വിശ്വാസത്തോടു കൂടെ അത് തിരികെ കിട്ടുമെന്ന ഉറപ്പോടുകൂടെ, നല്ല യഖീനോടുകൂടെ ഈ ഒരു ആയത്ത് നമ്മൾ അധികരിപ്പിക്കുകയാണെങ്കിൽ, ധാരാളമായിട്ട് ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ വസ്തു നമ്മളിലേക്ക് എത്തും, അല്ലെങ്കിൽ ആ വസ്തുവിലേക്ക് നമ്മളെ എത്തിക്കും ഇൻഷാ അല്ലാഹ്. മനസ്സിലായല്ലോ? എന്താണെങ്കിലും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഖുർആൻ കൊണ്ടുള്ള ഒരു സൊല്യൂഷനാണ്. ഖുർആൻ കൊണ്ട് നമുക്ക് ഒരു കാര്യം നടന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടും ആ കാര്യം നടക്കില്ല. അപ്പോൾ നല്ല വിശ്വാസത്തോടു കൂടെ, നല്ല ഉറപ്പോടുകൂടെ, നല്ല യഖീനോടുകൂടെ ചെയ്താൽ ഉറപ്പായിട്ടും ഫലം കിട്ടും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.